എങ്ങനെ അതിജീവിക്കണമെന്നുള്ള പാഠം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഓരോ ദിവസത്തെ പരിപാടിയായിട്ട് പുതിയ രീതിയിൽ പഠിക്കാനൊക്കെ തയ്യാറാവുന്നത്. ഇന്ന് എയുടെ 12 വാഗ്ദാനങ്ങൾ. അപ്പോൾ ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ എയുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഒരു സങ്കല്പം, എൻ്റെ സുഹൃത്ത് പലപ്പോഴായിട്ട് എൻ്റെ എയിലെ ഒരു സുഹൃത്ത് പറയും, നമുക്കെന്തായാലും എയിലെ ഒരു വാഗ്ദാനം നമുക്കായിട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു മാറ്റം നമുക്കുണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഭൗതികമായ പുരോഗതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് തരുന്ന വാഗ്ദാനമെന്ന് തെറ്റായിട്ട് ഞാൻ ധരിച്ചിരുന്നു. പലപ്പോഴായിട്ട് പല സുഹൃത്തുക്കളുടെയും ഷെയറിങ്ങുകളിൽ നിന്ന് അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയുടെ കുഴപ്പം കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ചെറിയ നേട്ടങ്ങൾ വേറെ എവിടെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേറുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഒരു അംഗം ഒരു ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ഇസ്ത്രിപ്പെട്ടി മേടിച്ചാൽ അത് മീറ്റിങ്ങിൽ പറയും. തീർച്ചയായിട്ടും. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് 9ാമത്തെ പടിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. അത് ഭൗതികമായ പുരോഗതിയല്ല. പടികൾ എന്ന് പറയുന്നത് പലപ്പോഴും തുടക്കകാലത്തൊക്കെ എൻ്റെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആ പടി എന്ന് പറയുന്നത് ഇങ്ങനെ വായിക്കാൻ, അല്ലെങ്കിൽ മീറ്റിങ്ങിന് മുന്നേ വായിക്കുക, ഞാൻ മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കുക, ഇത് ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാക്കിയാൽ മതി. അത് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കുറേ പിന്നീടുള്ള ധാരണ ആ പടികൾ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, അങ്ങനെയൊക്കെ പല പല തെറ്റിദ്ധാരണകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടി അടിസ്ഥാന ഗ്രന്ഥമായ ബിഗ് ബുക്ക് അതിലുള്ള ആ പടികളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു പരിശീലനം, അതിൻ്റെ തത്വമാണ് സ്പോൺസർ പറഞ്ഞിരുന്നത്. സ്പോൺസർ എന്ന് പറയുന്നത് ഇവിടെ ഗുരുവല്ല, നമ്മളുടെ മോളിരിക്കുന്ന ഒരാളല്ല, നമ്മളുടെ സമാനമായിട്ടുള്ള കൈകോർത്ത് പിടിച്ച് ഒപ്പം നടക്കാവുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ഒരാളല്ല. ഇതിൻ്റെ പൊതു തത്വമാണ് സ്പോൺസർക്ക് പറഞ്ഞു തരാൻ പറ്റൂ. പിന്നീട് നമ്മളത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും നമ്മളുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ പ്രയോഗിക്കാൻ നമ്മളെ കൊണ്ട് പണ്ട് സാധിക്കാത്ത രീതിയിൽ ഒരു മനോഭാവത്തിൻ്റെ മാറ്റത്തിലൂടെ. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ എഴുതിയത് മനഃശാസ്ത്രപരമായിരുന്നില്ല. കാരണം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ 6 പടികൾ ഓൾറെഡി എടുത്തിരുന്നു. ബിൽഡബ്ല്യുവിനോട് എബി താച്ചർ സന്ദേശം കൊടുക്കുന്നത് ആദ്യമായിട്ട് 1ാം പടി ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. പരാജയം സമ്മതിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തെറ്റുകൾ ഏറ്റുപറയണം, നീ മറ്റുള്ളവരോട് പരിഹാരം ചെയ്യണം, മറ്റുള്ള ആൾക്കാരെ സഹായിക്കണം എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൻ്റെ ആ ഒരു 6 പടികളെ 12 പടിയാക്കിയത് ഒരു 30 മിനിറ്റ് കൊണ്ടാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ചർച്ചകളുമാണ് ബിൽഡബ്ല്യു ഇതിനെ ക്രോഡീകരിച്ച് എഴുതി വരുമ്പോൾ അത് മനഃശാസ്ത്രപരമായി മാറി എന്നുള്ളതാണ്. കാരണം മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ചിന്തകളെ അധ്യാസത്തിന് പരിപൂർണത ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വാഗ്ദാനം. 9ാമത്തെ പടിയിൽ 9ാം പടി 9th സ്റ്റെപ്പ് പ്രോമിസ് എന്നാണ് ഈ വാഗ്ദാനം അറിയപ്പെടുന്നത്. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിരഹിതരാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് വരെ മദ്യം എന്ന് പറയുന്ന ഒഴിയാബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, നമ്മൾ അപ്രാപ്യരായിരുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ രീതിയിൽ മദ്യത്തിന് മുന്നിൽ പരാജയപ്പെടുത്തിയ കാരണങ്ങളെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. മദ്യമല്ല നമ്മളുടെ പ്രശ്നം, മദ്യാസക്തി എന്ന രോഗമാണ്, അത് ഒരു ലക്ഷണം മാത്രമാണ്. മറ്റു പല ലക്ഷണങ്ങളുണ്ട് എന്ന് നമ്മൾ 1ാം പടിയിൽ കണ്ടെത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെ കാണിച്ചു തരുന്ന, നമ്മുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ മനോഭാവങ്ങളിൽ അങ്ങനെ എളുപ്പം മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ നമ്മുടെ ഇച്ഛ കൊണ്ട് നയിക്കപ്പെടുന്ന ജീവിതം. നമ്മൾ പുറത്തു നിന്നൊരു സഹായം ആവശ്യമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ കയറാനും മറ്റ് 7 അംഗങ്ങളെ വിളിക്കാനുമുള്ള തയ്യാറെടുപ്പ്. അവിടെ 2ാമത്തെ പടിയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. തുടർന്ന് എന്താണ് 2ാം പടി എന്ന് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 3ാമത്തെ പടി എങ്ങനെ
നമ്മൾ സുബോധം പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു ശക്തി അംഗീകരിക്കേണ്ടതുണ്ട് നമ്മൾ കണ്ടു. ഈ നമ്മൾ കരുതിയ ശക്തിയുമായിട്ട് അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ ഇച്ഛയും നമ്മുടെ ജീവിതവും നമ്മൾ ടേൺ ചെയ്യുന്നു. ദൈവഹിതം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതിനെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ്, നമ്മൾ അതിലേക്ക് ടേൺ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴും നമുക്ക് കുറേ തടസ്സങ്ങൾ കാണാൻ പറ്റും. ആ തടസ്സങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്ന പരിശോധന 4ാമത്തെ പടിയിൽ നമ്മൾ കണ്ടെത്തുകയാണ്. കാരണം നമുക്ക് നമ്മുടെ രോഗത്തിൻ്റെ ശാരീരികവും ധാർമ്മികവും ആത്മീയവുമായി പാപ്പരത്വത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന നമ്മുടെ ഉള്ളിലുള്ള കാരണങ്ങളെ അന്വേഷിക്കാനായിട്ട് ആരംഭിക്കലാണ് 4ാം പടി. അവിടെ ആ തുടക്കത്തിലെ ലിസ്റ്റുകളൊക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ആളുകളോട് നീരസം ഉണ്ടാവും. നമ്മളെ ദ്രോഹിച്ചു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അതിൻ്റെ കാരണങ്ങളുടെ കണക്കെടുപ്പ് നമ്മൾ നടത്തി അതിൻ്റെ തെറ്റുകൾ, നമ്മളുടെ എന്ത് പ്രവൃത്തിയാണ് ഇതിന് കാരണമായത് എന്ന് കണ്ടെത്തലാണ് 4ാമത്തെ പടിയിൽ നടക്കുന്നത്. 5ാമത്തെ പടിയിലെത്തുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒറ്റയ്ക്ക് നടത്തുമ്പോൾ നമ്മുടെ രോഗത്തിൻ്റെ പരിഹാര മാർഗത്തിന് പറയുന്ന ആത്മപരിശോധന ഉണ്ട്. 3 കാര്യങ്ങളാണ് നമ്മുടെ പരിഹാരത്തിനായിട്ട് ആ 1ാമത്തെ പടിയുടെ ഭാഗമായിട്ട് നമ്മളോട് പറയുന്നത് ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അതെപ്പോഴും അങ്ങനെയാണ്. കാരണം പരിണാമപരമായിട്ട് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനൊരു സഹായം ആവശ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന കണക്കെടുപ്പിൽ ചില തെറ്റുകളൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്കൊരാൾ തിരുത്തി തരാനായിട്ട് വേണം, ഇതിൻ്റെ രീതി ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരർത്ഥം ഉണ്ടായിക്കോടെ. കാരണം നമ്മുടെ സ്വന്തം തെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ വളരെ വിഷമമാണ്. അത് ശാസ്ത്രം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ശക്തിഹീനനാണ് എന്ന് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നത്. കാരണം എന്നെക്കൊണ്ട് എല്ലാം കഴിയുമെന്ന ആ ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് പുനർപതനത്തിലേക്ക് പോകുന്ന ഓരോ ആളുകളും അതിൻ്റെ കാരണങ്ങളെ, ആ വീട് വൃത്തിയാക്കുന്ന പ്രക്രിയ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഒരാളെയെങ്കിലും നമ്മൾ ഉൾക്കൊള്ളാൻ, കീഴ്പ്പെടാനുള്ള തയ്യാറെടുപ്പ്. എന്തിനാണ് കീഴ്പ്പെടുന്നത്? നമുക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. തോറ്റു കൊടുക്കാനുള്ള ആരംഭം കുറിക്കുക, തോറ്റുകൊണ്ട് വിജയിക്കാൻ പറ്റുക എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. എന്തിനാണ് തോറ്റു കൊടുക്കേണ്ടത്? ഇതൊന്നും വളരെ പെട്ടെന്ന് അങ്ങനെ, അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറച്ച് നേരം ഉൾക്കൊള്ളാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ പുസ്തകങ്ങളോ മറ്റു പല വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ കുറച്ച് കാലം ചെയ്യും. ആ ഒരു തുടക്കത്തിലൊരു ആവേശം ഉണ്ടാവും. പിന്നീട് ആ ആവേശം മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർന്നു പോകും. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ പ്രവർത്തിക്കുന്നത്. ഇത് ഒട്ടും ചോർന്നു പോകാതെ വൺ ഡേ അറ്റ് എ ടൈം ഓരോ ദിവസവും നമുക്ക് പുതുക്കപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ടെത്താനായി സഹായിക്കുന്ന ഒന്നായി മാറുകയാണ്. അവിടെ 5ാമത്തെ പടിയിൽ നമ്മളൊരു ആളിനെ, അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളെയൊക്കെ കണ്ടെത്തുന്നു. എന്താണ് നമ്മളുടെ ആ കണക്കെടുപ്പ് കറക്റ്റായിട്ട് എടുക്കണം. കാരണം അതൊരു തുടക്കം മാത്രമാണ് 5ാം പടി. ഇത് പിന്നീട് ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് ഒഴിഞ്ഞിരിക്കുക എന്നൊരവസ്ഥ ഇല്ല. ഒരു മനുഷ്യൻ്റെ മരണമാണ് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുക എന്ന് പറയാറുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെയാണ് ഈ വാഗ്ദാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് ഈ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരാളെ സഹായത്തിനായിട്ട് എടുക്കുന്നു. കാരണം സംഘർഷങ്ങളിലായിട്ട് നമുക്ക് ജീവിക്കുക എന്ന ആ സമ്പ്രദായം, മറ്റുള്ളവരുമായിട്ടുള്ള ദേഷ്യം, മറ്റുള്ളവരുമായിട്ടുള്ള നീരസം, അതൊക്കെ എത്രത്തോളം നമുക്ക് കുഴപ്പമാവും. അതൊരാളോട് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് തുറന്ന് പറച്ചിലാണ്. അവിടെ നമ്മുടെ ഒരു ന്യായീകരണമില്ല. എനിക്കൊരാളോട് നീരസം തോന്നി എന്നുള്ളത് ഞാൻ പറഞ്ഞാലാണ് എനിക്കത് എടുത്തു കളയാൻ പറ്റൂ. അതല്ലാണ്ട് ഞാൻ ഈ പറയുന്ന ആളോട് ഞാൻ ഭയങ്കര മാന്യത ചമയാറുണ്ട് പലപ്പോഴായിട്ട്. ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് നീരസവും ദേഷ്യവും ഒക്കെ ഇന്നുണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഏതെങ്കിലും ഒരാളുമായിട്ട് ഞാനത് തുറന്നു പറയും. അത് എൻ്റെ കുഴപ്പമാണ്. ആ ഒരു തുറന്നു പറച്ചിലാണ് അത് ഒഴിവാക്കാൻ എന്നെ സഹായിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യരെയും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പൊതുവിനാശത്തിൻ്റെ പങ്കാളികൾ എന്ന രീതിയിൽ 1ാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നമുക്ക് നിൽക്കാൻ പറ്റുക? പല ആശയങ്ങളായിരിക്കും പലർക്കും.
നമുക്കും നമ്മുടേതായ ആശയങ്ങളുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ പടിയൊക്കെ നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു കണക്കെടുപ്പ് അത് ദൈനംദിന ജീവിതത്തിൽ പിന്നീട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രീതി നമുക്ക് പരിശീലിക്കേണ്ടതുണ്ട്. അതാണ് നമ്മളിവിടെ 5-ാം പടിയിൽ നമ്മൾ ആ കണക്കെടുപ്പ് നടത്തി. അവിടെ ഒരാളുടെ സഹായം നമ്മൾ സ്വീകരിക്കുന്നു. നമ്മളോട് തന്നെ ആദ്യമായി സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളെ തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പ് നടത്തി വേറൊരാളോട് നമ്മൾ പറയുന്നു. 6-ാമത്തെ പടിയിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തിലെ കുറവുകളെ, അതിൽ പല കാര്യങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റാറില്ല. എനിക്ക് പറ്റിയിട്ടില്ല. പലതും ഇന്നും എൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഉപേക്ഷിക്കേണ്ട ദുശീലങ്ങൾ എൻ്റെ ഒപ്പമുണ്ട്. അതിനോട് പരിപൂർണമായ ആഗ്രഹം എനിക്കായിട്ടില്ല. പക്ഷെ പരിപൂർണത ഉണ്ടാകില്ല എന്ന് ഞാൻ പറയരുത് എന്ന് പറയുന്നത് ഈ 6-ാം പടിയിലാണ്. അത് കഴിഞ്ഞ് 6-ാമത്തെ പടിയിലെ അടിസ്ഥാനപരമായ തത്വം എന്താണ്? പരിപൂർണത എനിക്കുണ്ടാകും, പക്ഷെ ആ പരിപൂർണതയ്ക്ക് ഞാൻ ശ്രമിക്കണം. വീണ്ടും വീണ്ടുമുള്ള പ്രവൃത്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 6-ാമത്തെ പടിയിൽ നിന്ന് എനിക്ക് ഇനിയും ഉപേക്ഷിക്കാത്ത ചില സ്വഭാവ വൈകല്യങ്ങളെ ഞാൻ അവിടെ നിർത്തി. അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്, പക്ഷെ അതായിട്ടില്ല. അത് ഉപേക്ഷിക്കണം, അത് എൻ്റെ കുഴപ്പമാണ്. പക്ഷെ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് വിളിച്ചു പറയൽ ഞാൻ നിർത്തുന്നുണ്ട്. ഇല്ല, ഒരിക്കലും എനിക്കത് കഴിയില്ല എന്ന് ഞാൻ പറയാറില്ല. എനിക്കത് കഴിയും. എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ബാക്കി ദുശീലം കൂടി ഉപേക്ഷിച്ചോടെ. അത് ഞാൻ പറയാറുണ്ട്, ശരിയാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അത് ഞാൻ ആ ഒരു സമയമാകുമ്പോൾ ഉപേക്ഷിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് 7-ാമത്തെ പടിയിൽ ഞാൻ അവിടെ എൻ്റെ കുറവുകളെ ഇതൊക്കെ മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ശക്തിയോടുള്ള അപേക്ഷയാണ്. 8-ാമത്തെ പടിയിൽ എൻ്റെ വീട് വൃത്തിയാക്കുന്ന പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ ലോകത്തിൽ ആളുകളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും സംഘർഷത്തിലാണെന്ന് ഞാൻ കണ്ടെത്തുന്നുണ്ട്. എനിക്ക് സമാധാനം ഉണ്ടാക്കി തുടങ്ങണം. എൻ്റെ ഉള്ളിൽ സമാധാനം വേണം. ഞാൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലാണ്. ഞാൻ 4 നേരം മീറ്റിങ്ങിൽ കയറുന്നുണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ട എന്ത് കാര്യമാണ്? എനിക്ക് സന്തോഷം വേണം, സമാധാനത്തിലേക്ക് വർദ്ധിക്കണം. അതാണ് സുബോധം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. അത് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉപദ്രവിച്ച ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കണം. അത് ഞാൻ ഓൾറെഡി 4-ാമത്തെ പടിയിൽ തന്നെ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതിന് വളരെ ചെറിയ പണി 8-ാമത്തെ പടിയിലുള്ളൂ. അതിൽ അവരോട് പരിഹാരം ചെയ്യാനായിട്ട് തയ്യാറാവലാണ്. അത് കഴിഞ്ഞ് ചില സാഹചര്യങ്ങളിൽ അത് പരിഹാരം ചെയ്യാൻ അവിടെയൊക്കെ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. എപ്പോഴും ഒരു സഹായം ആവശ്യമാണ്. അവിടെയാണ് 9-ാമത്തെ പടിയിൽ പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നത് മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങളോടിച്ചുള്ള പരിഹാരം ചെയ്യൽ ഞാൻ പൂർത്തിയാക്കുമ്പോഴാണ് പുരോഗതിയുടെ ഈ ഘട്ടത്തിൽ, പുരോഗതിയുടെ ഘട്ടം കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ, പരിശീലന ഘട്ടം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞാൻ കൂടുതലായി അധ്വാനത്തിന് തയ്യാറാവുകയാണെങ്കിൽ, കൂടുതലായിട്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ജീവിതത്തിലെ തുടർ പ്രക്രിയയാക്കി മാറ്റണം. ഇത് എഴുതി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ 12 പടി പരിശീലനം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കില്ല. വീണ്ടുമുള്ള അധ്വാനം അതെവിടൊക്കെ വരണം എന്ന് ഞാൻ തിരിച്ചറിയണം. ആ വാഗ്ദാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഈ കാര്യങ്ങളെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ പരിപാടിയായിട്ട്, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിൽ അതെൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ ഇടപെടുന്ന മറ്റു മേഖലകളിലൊക്കെ അവിടെയെല്ലാം ഇത് പാലിക്കാൻ തയ്യാറാകുമ്പോഴാണ്, അവിടെയാണ് ആ പകുതി പടി ചെല്ലുന്നതിന് മുൻപേ ഞാൻ അത്ഭുത പരതന്ത്രനാകും എന്ന് പറയുന്നത്. പകുതി വഴിയാണ് ജീവിതത്തിൻ്റെ. അതിനർത്ഥം എല്ലാ കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ എനിക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ഈ പടികളിലൂടെയുള്ള കടന്നു പോകൽ ഇത് വേറെ ആരെയും ബോധിപ്പിക്കാനല്ലേ, വേറെ ആരോടും ഞാൻ പടി ചെയ്യുന്നുണ്ടെന്നോ ഞാൻ പടിയിലൂടെ കടന്നു പോയിട്ട് എനിക്ക് വല്ലാത്ത ഒരു സുഖം കിട്ടിയെന്നോ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അത് എൻ്റെ ഉള്ളിലാണ്. ഞാൻ പടി ചെയ്തിട്ട് എനിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം. അവിടെ പകുതി വഴി ചെല്ലുന്നതിന് മുന്നേ ഞാൻ അത്ഭുത പരതന്ത്രനാകും എന്ന് പറയാറുണ്ട്. അവിടെ എൻ്റെ മനോഭാവത്തിലെ മാറ്റത്തിലൂടെയാണ് ഈ അത്ഭുത പരതന്ത്രനായിട്ട് മാറുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോകും, ഞാനാണോ ഇങ്ങനെ പ്രവർത്തിച്ചത് എൻ്റെ പഴയ കാലവുമായി ബന്ധപ്പെടുമ്പോൾ. അവിടെയാണ് ആദ്യത്തെ വാഗ്ദാനം. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും ഞാൻ അറിയാൻ പോവുകയാണ്.
വി ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം ആൻഡ് എ ന്യൂ ഹാപ്പിനെസ്. പുതിയ സന്തോഷം, ഒരു സ്വാതന്ത്ര്യം. എന്താണ് ആ സ്വാതന്ത്ര്യം? ഞാൻ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ മദ്യമില്ല എന്നത് തന്നെയാണ്. എനിക്ക് വേറൊരു ലഹരിയുടെ ആവശ്യമില്ല. ആ പ്രശ്നത്തിനെ നേരിടാനായിട്ട് ലഹരിയില്ലാതെ, മദ്യത്തിൻ്റെ ബന്ധനമില്ലാതെ എനിക്ക് കഴിയുന്നു. കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് പറ്റുകയാണ്. അതെൻ്റെ പഴയ കാലത്ത് പറ്റിയിട്ടുള്ളതല്ല. ഏതൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴും ഞാൻ മദ്യത്തിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വരുന്നുണ്ട്. കാരണം ഒന്നാമത്തെ പടിയിൽ തന്നെ ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും, വളരെ വലിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മീറ്റിങ്ങിലൊക്കെ വന്നിരുന്ന സമയത്ത് മീറ്റിങ്ങിൽ എനിക്കെതിരെ ആരെങ്കിലും പറയുന്നു, ഞാൻ ഷെയർ ചെയ്തതിൻ്റെ ക്രോസ് വേറെ ആരെങ്കിലും പറയുമ്പോൾ അയാളോട് മറുപടി പറയാൻ ഞാൻ തയ്യാറാവും. അല്ലെങ്കിൽ അയാളെ പഠിപ്പിക്കണം. ഏതെങ്കിലും അയാളുടെ ഏതെങ്കിലും അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, കാരണം എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ എന്നെക്കുറിച്ച് പറയുന്നതാണ് എന്ന് തോന്നൽ. ഞാൻ ഇവിടെ വേറെ ആരെയും ഉറപ്പിക്കേണ്ട കാര്യമില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയാറുണ്ട്. എന്നെയും ആരും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. ആ സമയത്താണ് ഞാനൊരു പുതിയ സ്വാതന്ത്ര്യം അറിയുമ്പോൾ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും എനിക്കെതിരെ പറയുമ്പോഴും എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ ചിന്തയിലാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഈ ബിഗ് ബുക്കും 12 പടിയൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ സോബറിറ്റിയിലേക്ക് നിൽക്കുന്നത് ഇതുകൊണ്ടല്ല. തീർച്ചയായിട്ടും അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവരായി ഉൾക്കൊള്ളുന്ന ഒരു സ്വാതന്ത്ര്യം എൻ്റെ ഉള്ളിൽ അറിയാം. എനിക്ക് ആ വ്യക്തിയെ ഉപാധികളില്ലാതെ മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കണം എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നത് അറിയുന്നു. മറ്റുള്ളവരെ എൻ്റെ ചിന്തയിലേക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ വന്നാൽ മാത്രം സന്തോഷിക്കുന്ന അവസ്ഥ എനിക്ക് മാറി. ആ പുതിയ സ്വാതന്ത്ര്യം ഞാൻ ആസ്വദിക്കുകയാണ്. കാരണം അവർ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എളുപ്പമായി സംഭവിക്കുന്ന ഒന്നല്ല. എൻ്റെ പല പ്രശ്നങ്ങളെയും പിന്നീട് എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് മദ്യമില്ലാതെ തന്നെ. കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സാലറിയും ഇല്ലാതെ ഒരു മാസം ഞാൻ വർക്ക് ചെയ്തു. അവിടെ നിന്ന് പോരുമ്പോൾ ഒരു തരത്തിലും അദ്ദേഹവുമായിട്ട് ഒരു പ്രശ്നത്തിൽ നിൽക്കാതെ എനിക്ക് അവിടുന്ന് പോരാൻ പറ്റി. എൻ്റെ ഡൈവേഴ്സിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് അവരെന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഞാൻ അവരോട് ചെയ്ത തെറ്റിനെ, അതിലേക്ക് മാത്രമാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ചിരിച്ചിരിക്കാൻ പറ്റി, എൻ്റെ ഉള്ളിൽ ഒരു മന്ദസ്മിതത്തോടു കൂടി. അല്ലെങ്കിൽ ഞാൻ വലിയ അസ്വസ്ഥനായിരിക്കും. അവിടെയാണ് ആ പുതിയ സ്വാതന്ത്ര്യം ഞാൻ അറിയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിലൂടെ തത്വങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം ഞാൻ അറിയുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസമുണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അംഗങ്ങളുമായിട്ട് സംസാരിക്കാം. എനിക്ക് വീണ്ടും മദ്യത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഓരോ കാര്യങ്ങളെയും, എത്ര വിഷമം പിടിച്ച കാര്യത്തെയും ആ സ്വാതന്ത്ര്യം വഴി, എനിക്ക് കിട്ടിയ പുതിയ സ്വാതന്ത്ര്യം വഴി, ഒരാളുടെ ഞാൻ മുട്ടിലിഴഞ്ഞ് ആരുടെയും മുന്നിൽ, ഇവിടെ മാഷ് നേരത്തെ സംസാരിച്ചൊരു കാര്യം, ആരുടെയും മുന്നിൽ മുട്ടിലിഴയേണ്ട കാര്യമില്ല. അവിടെയാണ് ആരെയും ഞാൻ പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരാളുടെ മുന്നിൽ ഞാൻ കുനിഞ്ഞു നിൽക്കുകയോ ഇല്ലാത്ത എളിമ അഭിനയിക്കുകയോ വേണ്ട. എന്നെ ഞാനായി നിലനിർത്തുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. എനിക്ക് പറയേണ്ടത് അതിവൈകാരികത ഉപേക്ഷിച്ചുകൊണ്ട് നോ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് റൂമിലേക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പിരിവുകളോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അവിടെ എനിക്ക് എൻ്റെ നിലപാടെന്ന് പറയാം. അയാൾക്ക് എന്ത് വിഷമാവുന്നല്ല, ഇത്തരം പാരമ്പര്യങ്ങളില്ല, നിങ്ങളുടെ ബിസിനസ് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരരുത്. എൻ്റെ ഹോം ഗ്രൂപ്പിലെ കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ സ്പോൺസർ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിന് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഞാനായി നിൽക്കാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ്. അവിടെയാണ് എനിക്ക് എൻ്റെ പുതിയ സ്വാതന്ത്ര്യം. ഞാനിവിടെ ഒരാളുടെ അണിയല്ല, എനിക്കും അണികളില്ല, എനിക്ക് പുതിയ അണികളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല.
അവിടെയാണ് ആ പുതിയ സ്വാതന്ത്ര്യം ഞാൻ അറിയാൻ ഞാനായി നിൽക്കും. രസകരമായി എനിക്ക് നോ എന്ന് പറയാൻ പറ്റും, വെറുപ്പുണ്ടാവില്ല. അത് കഴിഞ്ഞാലും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഒരു ബിസിനസ് മീറ്റിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ എയുടെ തത്വത്തിലൂടെ പോകുമ്പോൾ ഈ വാഗ്ദാനം എൻ്റെ കാര്യത്തിൽ നടപ്പിലായിട്ടുണ്ടെങ്കിൽ, അവിടെ തെറ്റായ ഒരു കാര്യമാണ് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, എനിക്കതിനെ വളരെ രസകരമായിട്ട് ആ കാര്യത്തിലുള്ള നിർദ്ദേശിക്കുന്ന എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവിടെ ഗ്രൂപ്പ് കോൺഷ്യസ് നടക്കുകയാണ്. ആ ഗ്രൂപ്പ് കോൺഷ്യസ് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ എതിരെയാകുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, എൻ്റെ അഭിപ്രായത്തിൻ്റെ എതിരെയാകുമ്പോഴും അതിൻ്റെ ഒപ്പം നിൽക്കാൻ, കുറ്റപ്പെടുത്താതെ അതിനെ പരാജയപ്പെടുത്താതെ, അവിടെ ആ ദൈവഹിതം അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ മനസാക്ഷിയിൽ കൂടി പ്രതിഫലിക്കുന്ന നല്ലത് മികച്ചതിൻ്റെ ശത്രുവാവും ആ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ, എൻ്റെ തെറ്റുകളെ സമ്മതിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുമാണ് ആ സ്വാതന്ത്ര്യം നടപ്പിലാക്കപ്പെടുന്നത്. ആ രീതിയിൽ ഒരു പുതിയ സ്വാതന്ത്ര്യം, ഒരു സന്തോഷം ഇവിടെയൊക്കെ തോറ്റുകൊണ്ട് ജയിക്കാൻ എൻ്റെ ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ നിരന്തരമായിട്ട് പോകുന്നു. ആ മീറ്റിങ്ങിൽ എന്നെ ഷെയർ ചെയ്യാൻ വിളിക്കുന്നില്ല. അവിടെ ആ മീറ്റിങ്ങിലേക്ക് ഷെയർ ചെയ്യാൻ വിളിക്കാത്തതിന് പല കാരണവും ഉണ്ടെന്ന് എനിക്ക് തിരിച്ച് പണ്ടെനിക്ക് അസ്വസ്ഥതയാണ്. എൻ്റെ ഷെയറിങ് കഴിഞ്ഞാൽ ഞാൻ ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓരോ സമയത്തും ഓൺലൈൻ മീറ്റിങ്ങിലാണെങ്കിലും ഒക്കെ അതാണ് സ്ഥിതി. അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരോട് എനിക്ക് നീരസം ഉണ്ടാവാറുണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഉപാധികളില്ലാതെ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം എൻ്റെ ഉള്ളിൽ അറിയാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാകും മറ്റുള്ളവരെ കേൾക്കാൻ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെക്കുന്നതാണ്. ഇന്ന് എൻ്റെ ഷെയറിങ് അവിടെ നടക്കേണ്ടതില്ല. എനിക്ക് കിട്ടിയ സമയം മറ്റുള്ളവർ സമയം കൂടുതൽ എടുത്തു എന്ന പരിതാപനങ്ങളില്ല. ഞാൻ എന്തിനാണ് മീറ്റിങ്ങിൽ ചെന്നിരിക്കുന്നത്? എനിക്ക് സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കണം. ഞാൻ മദ്യാസക്തനാണെന്ന് ഉറപ്പിക്കുന്നത് മീറ്റിങ്ങിൻ്റെ ഉള്ളിലാണ്. അവിടെ ഞാൻ എൻ്റെ ഉള്ളിൽ മറ്റ് സാഹചര്യങ്ങളോ മറ്റാൾക്കാരോ അല്ല എൻ്റെ സന്തോഷം നിശ്ചയിക്കുന്നത്. എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലാണ്. ഞാൻ പ്രോഗ്രാമിലാണെങ്കിൽ എൻ്റെ സന്തോഷം കെടുത്താനൊന്നും വേറെ ആർക്കും പറ്റില്ല. ഞാൻ ആ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയും വളരെ കൃത്യമായിട്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളിലൂടെ പോകുന്ന എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സന്തോഷം എനിക്കറിയാൻ പറ്റും. ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് സന്തോഷിക്കാനുള്ള കാരണങ്ങളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും. അതാണ് ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തെ വാഗ്ദാനം, കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഏദിക്കുകയോ അതിൻ്റെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയില്ല. വി വിൽ നോട്ട് റിഗ്രറ്റ് ദ പാസ്റ്റ് നോർ വിഷ് ടു ഷട്ട് ദ ഡോർ ഓൺ ഇറ്റ് എന്നാണ് രണ്ടാമത്തെ വാഗ്ദാനം പറയുന്നത്. ഒരിക്കലും കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴായിട്ട് മീറ്റിങ്ങിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത നമ്മൾ മീറ്റിങ്ങിൽ പലപ്പോഴും പറയുന്നത് അത് ഉറപ്പിക്കാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മീറ്റിങ്ങിൽ പറയുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ദുബായിലെ ജോലി ഞാൻ അവിടെ നിന്ന് എൻ്റെ എക്സ് വൈഫിൻ്റെ വാക്ക് കേട്ട് ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എങ്കിലുകൊല്ലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഇവിടെ അതൊന്നുമില്ല. എനിക്കതിനെക്കുറിച്ച് യാതൊരു ഖേദവുമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ 4ാമത്തെ പടിയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ കണ്ടു, കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും ഹിസ്റ്ററിയാണ്. ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരില്ല എന്ന് ഞാൻ കണ്ടു. എനിക്കതിനെക്കുറിച്ച് ഖേദം വേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ സംഭവിച്ചത്, അതിനെ ഞാനിവിടെ എൻ്റെ അനുഭവമാക്കി മാറ്റാൻ, എങ്ങനെ കുടിച്ചു, എത്ര കുടിച്ചു, ഒരു കാര്യമില്ല. അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവ പാഠമാക്കി മാറ്റാൻ എനിക്ക് പറ്റുന്നു. അതിൽ നിന്ന് അവരെടുക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ലാതെയാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ദുഃഖമില്ലാതെ മാറും. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു കാലത്തിലും എങ്കിലുകളിലും ഇന്ന് ഞാൻ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഖേദമില്ല. ഞാൻ ഇങ്ങനെയായി പോയതിൻ്റെ കാരണങ്ങൾ പടികളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. 4ാമത്തെ പടിയിൽ എന്തുകൊണ്ടാണ് എൻ്റെ മുന്നേ കടന്നുപോയി, ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ആളുകളിലൂടെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഖേദം വരില്ല. ഖേദം വരില്ല എന്ന് പറഞ്ഞാൽ ആ പണ്ട് വരാത്ത രീതിയിലല്ല, പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഒരു ഉണർവുണ്ട്. അവിടെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടം എന്നെ ബാധിക്കുന്നില്ല. ആ അനുഭവങ്ങൾ ഞാൻ മറക്കാതിരിക്കാൻ, മറവി രോഗമുള്ളത് കൊണ്ട് അത് ഷെയർ ചെയ്യാൻ ഇവിടെ
ആ കഴിഞ്ഞ ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എനിക്ക് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് സംഭവിച്ചത്, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് 12 പടികളിലൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു ഷെയറിങ് പരസ്പരം പറയുന്നതിൻ്റെ കാരണം, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന കാരണം, എനിക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു തരത്തിലും ഇല്ല. അവിടെയാണ് കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാനും വീണ്ടും അത്തരം കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനും ആ ഒരു പാഠമായിട്ട് മാറുകയാണ്. അതാണ് അവൻ്റെ നേരെ ഞാൻ വാതിൽ കൊട്ടിയടക്കുന്നില്ല. ആ കാര്യങ്ങളെ ഞാൻ ഇവിടെ തുറന്നു പറയാൻ തയ്യാറാവുന്നു. അതാണ് എൻ്റെ മൂലധനം ആൽക്കഹോളിക്സ് അനോണിമസിൽ നിൽക്കാൻ. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത്, വേറൊന്നുമല്ല. പരസ്പരം ഇവിടെ BW 1950 ക്ലീവ്ലാൻഡിലെ കാര്യത്തിൽ BW തുടക്കമെടുത്തതിൻ്റെ അങ്ങനെയാണ്. നമ്മൾ ആരും തന്നെ ഇവിടെ പ്രസംഗങ്ങൾ നടത്താറില്ല, പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ല. നമ്മളുടെ അനുഭവത്തിലാണ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചർ മുഴുവൻ ഓരോ AA അംഗങ്ങളുടെയും അനുഭവങ്ങളാണ്. അതിനെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നതാണ് 100ഓളം പേരിൽ നിന്ന് അവരുടെ അനുഭവങ്ങളെ എടുത്ത് BW ക്രോഡീകരണം നടത്തിയതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ ബിഗ് ബുക്ക്. അതേപോലെ ഓരോ ലിറ്ററേച്ചറുകളും അതെ ഓരോ AA അംഗങ്ങളുടെയും നമ്മുടെ സഹസ്ഥാപകരുടെ മുന്നോട്ടുള്ള അന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയുടെ ആ മുന്നോട്ട് പോക്കിൻ്റെ ഇടയിലുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളുടെ പടികളും പാരമ്പര്യങ്ങളെയും ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഓരോ അനുഭവം എന്താണ്, എനിക്കത് ഇന്ന് മുന്നോട്ട് പോകാനുള്ള, എൻ്റെ മുന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ശക്തിയായി എനിക്ക് മാറ്റാൻ പറ്റും. അവിടെ ഞാൻ കഴിഞ്ഞ കാലത്തെ ഒരു തരത്തിലുമുള്ള ഖേദം എൻ്റെ ഉള്ളിലില്ല. അതിൻ്റെ നേരെ ഞാൻ വാതിൽ കുട്ടിയടയ്ക്കുന്നില്ല എന്ന് പറയുന്നത് ഞാനത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. എനിക്കത് തുറന്നു പറയാനായിട്ട് യാതൊരു മടിയുമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളിലാണ് ഞാൻ പറയുന്നത്. കുറേ മുന്നേ പറഞ്ഞ പോലെ ഞാനത് പുറത്തല്ല, അല്ലെങ്കിൽ പണ്ടത് സ്വയം സഹതാപത്തിനായിട്ട് ഞാൻ പറയാറുണ്ട്. ഇത് സ്വയം സഹതാപത്തിന് വേണ്ടിയിട്ടല്ല. ആ കാലങ്ങളെ, എൻ്റെ മോശമായ കാലഘട്ടങ്ങളെ മറന്നു പോകാതിരിക്കാനാണ് അവയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതിൻ്റെ നേരെ വാതിൽ കുട്ടിയടയ്ക്കാതെ. പണ്ടങ്ങനെയാണ് ഈ മോട്ടിവേഷണൽ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഒക്കെ കഴിഞ്ഞ കാലമൊക്കെ പോയി അതിനെക്കുറിച്ച് പറയണ്ട, നമ്മൾ ഇനിയുള്ള കാര്യം എല്ലാവരും നമ്മളോട് പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നോടും പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, എനിക്കത് ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം അത് ഞാൻ ഓർമ്മപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കുടികൊണ്ട് തുടക്കത്തിലുണ്ടായിരുന്ന അനുഭവം ഉണ്ടല്ലോ, അത് വളരെ കുറച്ച് കാലമാണ് ഞാൻ കുടികൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റെല്ലാ കുടിയും എന്നെ വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത്. അത് ശാരീരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ആ അനുഭവങ്ങളൊന്നും തന്നെ എൻ്റെ കുടി നിർത്തുന്നതിന് മതിയായിരുന്നില്ല. വളരെ ദയനീയമായിട്ട് ഞാൻ പരാജയപ്പെട്ടു. വീണ്ടും വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ ആ കുടിയിലേക്ക് പോയി. കാരണം ഇതെല്ലാം ഞാൻ മറന്നുപോകും. ആ ഓർമ്മപ്പെടുത്തലാണ് അതിന് നേരെ ഞാൻ വാതിൽ കുട്ടിയടയ്ക്കാത്തത്. പിന്നെയാണ് പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുന്നു. നമ്മളുടെ അടുത്ത വാഗ്ദാനമാണ് വി വിൽ കംപ്രഹെൻഡ് ദ വേർഡ് ഓഫ് സെറനിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ആ പ്രശാന്തി, എന്താണ് പ്രശാന്തമായ ഒരു മനസ്ഥിതി എന്ന് നമ്മൾ അറിയും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ധാരണയിൽ എല്ലാ സംഭവങ്ങളും എനിക്ക് തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ എത്തുമ്പോൾ എൻ്റെ വിചാരം എനിക്കൊരു ജോലി കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു ജോലി മതി. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ നന്നായിട്ട് പോയിക്കോളും. തൽക്കാലം വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നടക്കണം, കുട്ടിക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, അവൾക്ക് വേണ്ട കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനാവും. ഒരു ജോലി മതി. വിളിക്കുന്ന എല്ലാ അംഗങ്ങളോടും അതാ പറയും, എന്ത് ജോലി ഞാൻ ചെയ്യാം. ഇതൊക്കെ എൻ്റെ വെറും തെറ്റായ ചിന്തകളായിരുന്നു എന്നാണ് എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ തെളിഞ്ഞത്. അതുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റിയില്ല. കാരണം ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും, മനുഷ്യൻ ഭക്ഷണം ഒഴിച്ച് എന്ത് സാധനം കിട്ടിയാലും മതിയാവില്ല. പിന്നീട് ഞാൻ അടുത്ത ജോലി, എൻ്റെ നഷ്ടപ്പെട്ടു പോയ മദ്യാസക്തി കൊണ്ട് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി. ആ ജോലി തിരിച്ചു കിട്ടിയപ്പോൾ കുറച്ചു കാലമൊക്കെ ഞാൻ അവിടെ ഭയങ്കര സന്തോഷവാനായി. പക്ഷെ എനിക്കത് മതിയായില്ല, എൻ്റെ ആവശ്യങ്ങൾ കൂടി വന്നു. അപ്പം ഞാൻ ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് സ്വപ്നങ്ങളൊക്കെ നെയ്തു. എന്നെ കൊണ്ടുവന്ന ആളോട് ഞാൻ അവിടെ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കും, ഞാൻ ഭയങ്കര ഒരു പ്രോഗ്രാമിലാണ്, ആനയാണ് ചേരയാണ്, മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്കറിയാം എന്നൊക്കെയുള്ള പറഞ്ഞു. ഈ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നൊരു രംഗമുണ്ട് സിനിമയിൽ. അതുപോലെയാണ്
ഞാൻ അവിടെ പോയാൽ നിനക്ക് മീനവിയിൽ ഉണ്ടാക്കി തരാം. 5-ാം ദിവസം അവൻ്റെ തന്തയ്ക്കും തള്ളക്കും ഞാൻ തെറി വിളിച്ചു. ഞാനിപ്പോൾ പോവാണ് ഇവിടുന്ന് തിരിച്ചിട്ട് എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ സ്വഭാവം. അവൻ കാര്യം നടത്തോളം അവൻ്റെ കാലൊക്കെ പിടിച്ച് വളരെ രസകരമായിട്ടൊക്കെ ഇവനെ സംസാരിച്ച് ഇവനെ പൊക്കടിച്ച് അവൻ്റെ ഒപ്പം ഞാൻ ബാറിലേക്ക് വരെ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ട് ആ ഒരു തവണയാണ് ഞാൻ ബാറിൽ പോയിട്ടുള്ളത്. അംഗത്തെ വിളിച്ചിട്ടാണ് ഞാൻ ബാറിൽ പോകുന്നത്. ഇതൊക്കെ എന്തായിരുന്നു? ഞാൻ അവരെ പരിഗണിക്കാനല്ലേ, എൻ്റെ കാര്യം നടക്കണം. അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും. ഈ പ്രശാന്തി എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ പൈസ കുറച്ച് കൂടുതൽ വരുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ എനിക്ക് ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാവും, ഇത് പരിഹരിച്ചാൽ, ഇപ്പം എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നത്തിലായാലും എൻ്റെ വിചാരം ഇതങ്ങോട്ട് പരിഹരിച്ചാൽ ശരിയായി. അല്ലെങ്കിൽ അടുത്തൊരു കല്യാണം കഴിഞ്ഞാൽ 2ാമത്തെ കല്യാണം നടക്കുന്നുണ്ട്, അപ്പോൾ പുതിയ പെണ്ണ് വരുന്നുണ്ട്, അപ്പോൾ ശരി. എവിടെ ശരിയാവുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം എനിക്കുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്കതിൽ സന്തോഷിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എവിടെ പോയാലും കോടിക്കണക്കിന് രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാലും എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. പ്രശാന്തിയോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഞാൻ ആ പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രശാന്തി. എപ്പോഴും പറയാറുണ്ട് ലൈഫിൽ ഇങ്ങനെ സെറ്റിലാവണം. നമ്മൾ വിദേശത്തൊക്കെ പോകുന്ന സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ വളരെ വിഷമിച്ച ഒരു നായകൻ, അയാൾ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്കോ പോകുമ്പോൾ അവിടെ അങ്ങനെ എഴുതി കാണിക്കും ശുഭം. അത് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റിലായി, ഖത്തറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ദുബായിലേക്ക് പോകുന്നു, അവൻ രക്ഷപ്പെട്ടു. ആൾക്കാർ പറയാറുണ്ട് അവർ രക്ഷപ്പെട്ടു. ഇതൊന്നുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന പ്രശാന്തി, ആ വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയാണ്. എവിടെയാണ് പ്രശാന്തി അനുഭവിക്കുന്നത്? എൻ്റെ മുന്നിൽ, എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ മുന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രശാന്തി അനുഭവിക്കാൻ പറ്റണം. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. അവിടെയാണ് ഇതും കടന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട്, അത് കടന്നു പോകാൻ നല്ല വിഷമമുണ്ടാകുമ്പോൾ അവിടെ ഞാനൊരു അംഗത്തെ വിളിക്കുന്നു, ഒരു മീറ്റിങ്ങിൽ കയറുന്നു. കാരണം ഞാൻ ദുർബലനാണ്, ഒറ്റയ്ക്ക് എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കാൻ തയ്യാറാകുമ്പോൾ, അതിൽ ഓരോ അംഗവും പറയുന്ന ഷെയറിങ്ങിൽ ആ വ്യക്തിയുടെ വിലയിരുത്തലുകളില്ലാതെ എടുക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ഞാൻ പ്രശാന്തി അറിയും. എൻ്റെ ഉള്ളിൽ പ്രശാന്തമായ മനസ്ഥിതി ഉണ്ടാവും. പ്രശ്നങ്ങളുടെ നടുവിലാണ്. അത് കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ ഇറങ്ങുക. പക്ഷേ ഈ ഒരു പ്രശാന്ത മനസ്ഥിതി കുറച്ചു നേരമെങ്കിലും, അല്ലെങ്കിൽ ഒരു അംഗവുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പ്രശാന്ത മനസ്ഥിതി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ പ്രശാന്ത മനസ്ഥിതി വൈകാരികമായി ഞാൻ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നെ നിർത്തും. പരിശീലനത്തിലൂടെ സാധ്യമാകുന്ന ഒന്നാണത്. ആ സംഭവം ഞാൻ ഈ പടികളിലൂടെ പോകുമ്പോൾ എൻ്റെ ഓരോ ഘട്ടത്തിലും ഞാൻ ഈ പ്രശാന്തമായ മനസ്ഥിതി, ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് 9ാമത്തെ പടിയിലെത്തുമ്പോഴാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഈ പടികൾ ചെയ്തു കഴിഞ്ഞ് ഇതിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നന്നായി ഗ്രഹിക്കുന്നത്. എനിക്കവിടെ അറിയാൻ പറ്റും എൻ്റെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടല്ല. ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും, എൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കും. മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ അവർ നമ്മളെ നിരാശപ്പെടുത്തുമെന്ന് പറയാറുണ്ട്. മറ്റാരെയും ആശ്രയിച്ചുകൊണ്ടോ അവരുടെ വാക്കുകളിലോ, ആരെങ്കിലും ഒരാൾ എന്നോട് നന്നായി പെരുമാറിയത് കൊണ്ടോ, ആരെങ്കിലും ഒരാൾ എന്നോട് മോശമായി പെരുമാറിയത് കൊണ്ടോ അല്ല എൻ്റെ പ്രശാന്ത മനസ്ഥിതി ഉണ്ടാവുന്നത്. അത് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. എല്ലാ ആളുകളും എന്നോട് നന്നായി പെരുമാറുമ്പോഴല്ല. 3ാമത്തെ പടിയിൽ പറയുന്നുണ്ട്, സ്വന്തം ഇച്ഛയാൽ നയിക്കപ്പെടുന്ന ജീവിതം വിജയകരമായിരിക്കില്ല എന്ന കണ്ടെത്തൽ. അവിടെ ആളുകളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറിയാൽ എന്നെപ്പോലെ ദയാലുവായിട്ടുള്ള മനുഷ്യനില്ല. 3ാം പടിയുടെ യഥാർത്ഥ അർത്ഥം അതിവിടെ നമുക്ക് അറിയാൻ പറ്റും. സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല. എപ്പോഴുമുള്ള പ്രശ്നം എന്താ? ഈ പ്രശാന്ത മനസ്ഥിതി അറിയുന്നതിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന കാരണം എൻ്റെ ഇച്ഛ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇന്നത്തെ ദിവസം നടക്കണം. ആ ബോധ്യം ഞാനിവിടെ 3ാമത്തെ പടിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നല്ല ഉദ്ദേശത്തിലാണെങ്കിലും എൻ്റെ ഉദ്ദേശം വളരെ നല്ലതായിരിക്കും, നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ആരും ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നു പറയുന്നുണ്ട്. ആ ഏറ്റുമുട്ടൽ എവിടെയാണ് വരുന്നത്?
ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ വരുമ്പോൾ ഈ പറയുന്ന രീതി മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരാൾ എൻ്റെ ആശയത്തിൻ്റെ എതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്, അത് തികച്ചും എൻ്റെ മനസ്സിലാക്കലാണ്, അല്ലെങ്കിൽ എന്നോടൊരു പഴമക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പലരുടെയും അറിവുകളിലൂടെ ലിറ്ററേച്ചറിൽ നിന്നും ഞാൻ എൻ്റേതായ രീതിയിൽ കണ്ടെത്തിയ അർത്ഥമാണ്, അതിനെതിരെ ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ പ്രശ്നം വരും. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ആ വ്യക്തി പറയുന്നത് തെറ്റാണ്. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ അതാണ്, അടുത്ത ആൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്നും ഈ സാധനം കയറില്ല. അപ്പം എങ്ങനെയാണ് പ്രശാന്തമായ മനസ്ഥിതി അറിയാം? അവിടെയാണ് ഇപ്പോഴും ഏറ്റുമുട്ടലാണ്. വീട്ടിലെ കാര്യങ്ങളിലും ഇത് തന്നെയാണ്. വീട്ടിലെ മറ്റുള്ള ആൾക്കാരൊക്കെ ഞാൻ ആഗ്രഹിച്ച പോലെ പെരുമാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല അവർ പെരുമാറുന്നത്. അവിടെയാണ് ഞാൻ ഏറ്റുമുട്ടലിൽ ഏർപ്പെടും. അതിന് കാരണം ഞാൻ എൻ്റെ പ്രേരണ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പറയുന്നുണ്ട്, എല്ലാ പ്രകടനവും ഒറ്റയ്ക്ക് നടത്തണം. കാരണം ഞാൻ ശരിയായി എൻ്റെ ചിന്തയിലാണ് മറ്റുള്ളവർ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളുടെ പാരമ്പര്യ ലംഘനങ്ങളെക്കുറിച്ചും മറ്റുള്ളവർ മീറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന തെറ്റുകളെക്കുറിച്ചും ഇതൊക്കെ ഞാൻ കണ്ടെത്തും. പക്ഷെ എൻ്റെ കുഴപ്പം ഞാൻ അറിയില്ല. എന്നിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് കുഴപ്പം കിടക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പ്രശാന്തി അറിയുക. കുഴപ്പമെല്ലാം എൻ്റെയാണ്. കാരണം എല്ലാ രീതിയിലും ഞാൻ ആഗ്രഹിച്ച പോലെ ആളുകൾ പെരുമാറിയാൽ, ഞാൻ ആഗ്രഹിച്ച പോലെ ആളുകൾ സംസാരിച്ചാൽ ഭയങ്കര അടിപൊളി പ്രകടനമായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര പ്രശാന്ത മനസ്ഥിതിയിലായിരിക്കും എന്ന് പറയും. ഞാനും എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ സന്തുഷ്ടരാകും. കാരണം എന്താ? വളരെ നല്ല രീതിയിൽ ഞാൻ പെരുമാറും. ഞാൻ വലിയ ദയാലുവായിരിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങളെ ഒക്കെ പരിഗണിക്കുന്നവനായിരിക്കും. നല്ല ക്ഷമാശീലൻ. എന്നിട്ട് ഞാൻ അങ്ങനെ പറയും, ഭയങ്കര ക്ഷമയുള്ള ആളാണ് ഞാൻ അവൻ എന്നെ എന്തൊക്കെ തെറി പറഞ്ഞു എന്നറിയോ? ഞാൻ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തെറി പറഞ്ഞു. ഇതെങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമ്പോഴാണ്. അപ്പം ഞാൻ മറ്റുള്ളവരുടെ വികാരങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ പരിഗണിക്കുന്നവനായിരിക്കും. ഇതിന് എന്തെങ്കിലും ഒരു രീതിയിൽ എതിരെ സംഭവിച്ചാൽ, എൻ്റെ ആഗ്രഹത്തിനെതിരെ പറഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചിട്ട് അയാൾ വന്നില്ലെങ്കിൽ അവിടെ തീർന്നു പരിപാടി. ഞാൻ ആഗ്രഹിച്ച പോലെ അല്ലാണ്ട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ അവിടെ തീർന്നു എൻ്റെ പ്രശാന്ത മനസ്ഥിതി. ഇന്നലെ വരെ അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ഞാൻ തടഞ്ഞായി. അവൻ്റെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി ഞാൻ. ഇന്നലെ വരെ അവനെ എനിക്ക് നല്ല ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. അയാളുടെ വാഗ്ദാനം നടപ്പിലാക്കിയ ആളാണെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് അവൻ എൻ്റെ മുന്നിൽ മോശക്കാരനായി മാറുകയാണ്. അവിടെയാണ് യഥാർത്ഥ കുഴപ്പം. ഇത് ഞാൻ തിരിച്ചറിയാണ്. ഇതിനെ ഞാൻ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എപ്പോഴും മൂന്നാം പടി ലംഘനാണ് മറ്റുള്ള ആൾക്കാരെ വിധിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറയുന്ന ദൈവം കളി. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള കാര്യം അറിയുമ്പോൾ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ മറ്റുള്ളവരെ എന്നെ പോലെ മാറ്റി തീർക്കാതെ എൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോഴാണ് ആ സെറനിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നന്നായി ഗ്രഹിക്കും. എനിക്ക് പ്രശാന്തമായ മനസ്ഥിതിയിൽ മീറ്റിങ്ങിൽ എന്ത് പറയുന്ന ആളുമായിട്ട് ഒരു യോജിപ്പ് എനിക്ക് വേണ്ട. അയാളുടെ ആശയങ്ങൾ ഞാൻ എടുക്കണ്ട. അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ ഇയാൾ ഇവിടെ മീറ്റിങ്ങിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുക, അവൻ്റെ വീട്ടിലത്തെ സ്ഥിതി മോശമാണ്, ഇതൊന്നും ഞാൻ ആലോചിക്കില്ല. അയാൾ ഷെയർ ചെയ്യുന്ന ആ വ്യക്തിയെ അവിടെ വിടാൻ പറയുന്നുണ്ട് മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ കേൾക്കുന്ന ഷെയറിങ്ങിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ പറയില്ല. കാരണം പ്രശാന്ത മനസ്ഥിതിയിലാണ് ഞാനുള്ളതെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കും. ആ പറയുന്ന വ്യക്തി ആരോ എന്തോ ഇത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തതിന് അവിടെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ പ്രശാന്തമായ മനസ്ഥിതി എന്താണെന്നറിയും. അതിനോട് തൊട്ട് താഴെ തന്നെയാണ് അടുത്ത വാഗ്ദാനം വരുന്നത്. വി വിൽ നോ ദ പീസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സമാധാനം എന്താണെന്നറിയും. സമാധാനം എങ്ങനെയാണ് സമാധാനം? ഈ പറയുന്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കില്ല. ഈ പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കുറേ നേരത്തേക്കെങ്കിലും എനിക്ക് സമാധാനപൂർവ്വം ഇരിക്കാൻ എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പ്രാപ്തമാക്കും. എൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ കണ്ടെത്തും. അത് പറയാനുള്ള ആൾക്കാർ എനിക്കുണ്ട്. അവിടെ ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല. എനിക്ക് സമാധാനം എന്താണെന്ന് അറിയാൻ പറ്റും. പ്രശ്നങ്ങളുടെ നടുവിലാണ്. പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടല്ല. എവിടെ ദൈവഹിതം എന്ന് പറയുന്നത് എന്താണോ സംഭവിക്കുന്നത് അത് നടപ്പിലാവുകയാണ്. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തുന്ന
പ്രാർത്ഥനകളാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന മുഴുവൻ പ്രാർത്ഥനയും. അതിന് സ്വാർത്ഥത ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ സമാധാനം എന്താണ് എന്ന് ഞാൻ അറിയാം. അടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ്. കാരണം നമ്മൾ എത്ര ദൂരം പോയി, നോ മാറ്റർ ഹൗ ഫാർ ഡൗൺ ദ സ്കെയിൽ വി ഹാവ് ഗോൺ, വി വിൽ സീ ഹൗ അവർ എക്സ്പീരിയൻസ് കാൻ ബെനിഫിറ്റ് അതേഴ്സ്. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ട് എന്നതൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു എന്നാണ് പറയുന്നത്. 5ാമത്തെ വാഗ്ദാനം, നമ്മൾ എത്ര താഴോട്ട് പോയി. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ അവിടെ നിർത്തുകയാണേ. നമ്മൾ ഷെയർ ചെയ്തതിൽ പോലും അത്തരം കമ്പാരിസൺ ഒന്നുമില്ല. കാരണം ഒരാൾക്ക് വേറൊരാളായി തീരാൻ പറ്റില്ലെന്നേ. ഒരാളുടെ ഷെയറിങ് പോലെ മറ്റാൾ ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഒരു ഷെയറിങ്ങിനെ പുകഴ്ത്തി നമ്മൾ സംസാരിക്കാറില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? ഒരാളുടെ ഷെയറിങ് ഗംഭീരമായി എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, തൊട്ടടുത്ത ഷെയറിങ്ങിന് ഞാൻ വെറും നന്ദി എന്ന് പറയുമ്പോൾ ഇയാൾ തെറ്റിദ്ധരിക്കും, അടുത്ത ആൾ ഓഹ് എൻ്റെ ഷെയറിങ് നന്നായില്ലല്ലോ. അവിടെ റിക്കവറി അല്ല സംഭവിക്കുക. ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമേൽ താഴോട്ട്, ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. ഞാൻ എത്ര താഴോട്ട് പോയി, മറ്റുള്ളവർക്കൊന്നും ഇത് സംഭവിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ കുടി നിർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉയർച്ച വന്നു, സാമ്പത്തികമായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ഭാര്യ തിരിച്ചു വന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് വന്നിട്ടില്ലല്ലോ. കാരണം ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത് എന്തിനാ? എനിക്ക് ഒറ്റയ്ക്ക് കുടി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അവിടെ ഞാൻ നോക്കേണ്ട കാര്യമാണ്, ഞാൻ എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്ന് പ്രശ്നമല്ല. ഞാൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു തരത്തിലും ആ കമ്പാരിസൺ എനിക്കുണ്ടാവില്ല. എൻ്റെ അനുഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഞാൻ അവിടെ എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്, എൻ്റെ ജീവിതം പ്രയോജനപ്രദമായി ജീവിക്കണം, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്, അവരെ ഉൾക്കൊണ്ടുകൊണ്ട്, എൻ്റെ കഴിഞ്ഞു പോയ ജീവിത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്, എനിക്കിന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ സത്യസന്ധതയോടുകൂടി പറയണം. അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ അയാൾക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത പാലിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ താഴ്ചയോ, ഞാൻ ഒരാളുമായിട്ട് മീറ്റിങ്ങിലുള്ള മറ്റംഗങ്ങളുമായിട്ടും അവരുടെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാൻ വരില്ല. ഞാൻ എത്ര താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, അവിടെ ഞാൻ തിരിച്ചറിയും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്തിനാണ് ഇനിയുള്ള ജീവിതം ജീവിക്കേണ്ടത്. അവിടെ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. 12ാം പടിയൊക്കെ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖമുണ്ട് യഥാർത്ഥമായിട്ടുള്ളിൽ. അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ നിർദ്ദേശപ്രകാരം എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന അധ്യായം പറയുന്ന രീതിയിൽ. അപ്പോഴാണ് യഥാർത്ഥ രീതിയിൽ വരിക. അവിടെ എനിക്കൊരു മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാണ്ടേയി. കാരണം എൻ്റെ കാര്യത്തിൻ്റെ അളവുകോല് എൻ്റെ കയ്യിലാണ്. അവിടെ എനിക്ക് കൃത്യമായിട്ട് പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനായിക്കൊണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയാം, എൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിക്കാം, അതിൽ നിന്ന് അവർക്ക് പാഠങ്ങൾ, അങ്ങനെ ആവാതിരിക്കാനുള്ള പാഠങ്ങൾ പഠിക്കാം. അപ്പോൾ എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നമല്ല എന്നുള്ള മനോഭാവം എനിക്ക് കടന്നു വരും. ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യില്ല. വേറൊരാളെ പോലെ ആവാനുള്ള ശ്രമം ഞാൻ നടത്തില്ല. ഞാൻ എൻ്റെ കാര്യം ആ മീറ്റിങ്ങിൽ പറയാം. കാരണം അവിടെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുക, ഞാൻ മീറ്റിങ്ങിൽ അത് തുറന്ന് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പ് വരും. അടുത്ത വാഗ്ദാനമാണ് 6ാമത്തെ, ദാറ്റ് ഫീലിംഗ് ഓഫ് യൂസ്ലെസ് ആൻഡ് സെൽഫ് പിറ്റി വിൽ ഡിസപ്പിയർ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ധാരണ, സ്വയം സഹതാപം അപ്രത്യക്ഷമാകുന്നു. അവിടെയാണ് മറ്റുള്ള ഒരാളുമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരാളുമായിട്ട് അവിടെ കമ്പയർ ചെയ്യില്ല. എനിക്ക് എൻ്റെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. എപ്പോഴും നമുക്ക് ഒരു വലിയ വര എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ചെറിയ വര വരയ്ക്കണം. ഉയരമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ ഒരാൾ വേണം. കമ്പാരിസൺ ഇല്ലാണ്ട് ഇതിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്കിതൊന്നും നടന്നില്ല, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു ധാരണ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അത് ഈ പ്രോഗ്രാമിന് നിരന്തരമായി പങ്കെടുത്തുകൊണ്ടാണ്. എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, അതിൽ അഹങ്കാരമില്ല. ഞാൻ അതായി വർത്തിച്ചാൽ മതി. ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്.
സ്വയം സഹതാപം, എപ്പോഴും സ്വയം സഹതാപം. ഞാൻ ഇങ്ങനെയായി പോയി, എൻ്റെ വീട്ടിൽ ഭയങ്കര ദുരന്തമാണ്, എന്താ ചെയ്യുക? ഇതാണ് എൻ്റെ പഴയ പല്ലവി. കുടിക്കണ സമയത്തും മറ്റുള്ളവർ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി സ്വയം സഹതാപം പറയും. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ നല്ല കുറച്ച് മുന്നേ പറഞ്ഞ ആ മുട്ടിലെറിഞ്ഞുകൊണ്ട് നടക്കാനല്ല, എനിക്കവിടെ എൻ്റെ കാര്യങ്ങളെ ശരിയാക്കിയെടുക്കാൻ ഞാൻ അധ്വാനിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് സ്വയം സഹതാപം ഉണ്ടാക്കിയെടുക്കാനോ അവരുടെ സഹതാപം പിടിച്ചു മാറ്റാനോ മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കാതെയാവും. 9ാമത്തെ പടിയുടെ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകുമ്പോൾ ഞാൻ ആ സ്വയം സഹതാപത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാതെയാകുമെന്ന് പറയാണ്. പിന്നീട് കടന്നു വരുന്ന അടുത്ത വാഗ്ദാനമാണ്, വി വിൽ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ സെൽഫിഷ് തിങ് ആൻഡ് ഗെയിൻ ഇൻട്രസ്റ്റ് ഇൻ അവർ ഫെല്ലോസ്. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. നമുക്കിവിടെ ഈ പറയുന്ന പടികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കാനായി തുടങ്ങുമ്പോൾ, നമുക്ക് എല്ലാ പ്രശ്നവും, അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം 3ാമത്തെ പടിയിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വാർത്ഥതയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണം. നമ്മളെപ്പോഴും ആ ആത്മപരിശോധന, 1ാമത്തെ പടിയുടെ ആത്മപരിശോധന നടത്തുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന, ആത്മന്യായീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് എന്ത് പറയുമ്പോഴും നമ്മുടേതായ വേർഷനാണ്. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയാൻ സമ്മതിക്കാണ്ട്, അയാൾ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഒരാളെയും പൂർണ്ണമായിട്ട് കേൾക്കാൻ ഞാൻ നിൽക്കില്ല. കാരണം അയാൾ എന്താ പറയണതെന്ന് എനിക്കറിയാമെന്നാ. അതിന് പകരം ഞാൻ അവിടെ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കാനായി തരും. എനിക്ക് സ്വാർത്ഥത കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. 1ാമത്തെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുമ്പോൾ, പുതിയ ഇൻ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് എൻ്റെ സ്വാർത്ഥത കാരണമാണ്. ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനായിട്ട് ഒരാൾ 25 മിനിറ്റ് സംസാരിച്ചു ഒരു മീറ്റിങ്ങിൽ. ആ കാര്യം എനിക്ക് വിഷമാവുകയാണ്. പക്ഷെ അതെനിക്ക് പറയാൻ ഒരു മടിയുണ്ട്, എനിക്ക് ഷെയറിങ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഞാൻ സത്യസന്ധതയാണ് ഈ പ്രോഗ്രാമിൻ്റെ മുഖമുദ്ര എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നത് എന്താ അറിയോ, പുതുമക്കാരൊക്കെ ഉണ്ട്, അവർക്ക് വിഷമാവുന്ന പറയുക. ഞാൻ എങ്ങനെ അറിയാം മറ്റുള്ളവർക്ക് വിഷമാണോ? അത് അവർ പറയും, അവരുടെ കാര്യം. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുടി അനിയന്ത്രിതമായിക്കൊണ്ടതാ, മറ്റുള്ളവരെ നന്നാക്കാനൊന്നുമല്ല. അതിന് സ്വാർത്ഥ കാര്യങ്ങളിലുള്ള താല്പര്യം ഉപേക്ഷിക്കും. ഈ 9ാമത്തെ പടിയിലൂടെ, അല്ലെങ്കിൽ 9ാമത്തെ പടിയിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിനെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് സ്വാർത്ഥ കാര്യങ്ങളിലുള്ള എൻ്റെ താല്പര്യം നഷ്ടപ്പെടും. എനിക്കവിടെ മറ്റുള്ളവർ അവരായി ഉൾക്കൊള്ളാനായിട്ട് എന്നെ പ്രാപ്തമാക്കും. എൻ്റെ കുഴപ്പമാണ്, എൻ്റെ സ്വാർത്ഥതയാണ് മറ്റുള്ളവർ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണം എന്ന് പറയുന്നത്. അതെൻ്റെ ഉള്ളിൽ നിന്ന് പോകും. എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്നെ തെറി വിളിക്കുന്നവരോടും എനിക്ക് ചിരിക്കാൻ എന്നെ പ്രാപ്തമാക്കും ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ അവിടെ നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കും. അത് കേവലം പ്രശംസയായിട്ടല്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച പോലെ ആളുകൾ എന്നോട് പെരുമാറുമ്പോഴല്ല, എൻ്റെ ഇച്ഛയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, എനിക്കെതിരെ അപവാദം പറയുമ്പോൾ. എല്ലാ മനുഷ്യരും ഈ പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാനിവിടെ ദൈവത്തെക്കുറിച്ചും ദൈവീകതയെക്കുറിച്ചൊക്കെ വാചാലനായി പ്രസംഗിക്കുന്നു. ഞാൻ പള്ളിയിലും അമ്പലത്തിലും പോയ കഥകളൊക്കെ പറയുന്നു. എന്നിട്ട് മറ്റുള്ളവൻ്റെ കുറ്റവും പറഞ്ഞു നടക്കുമ്പോൾ എങ്ങനെയാ പ്രോഗ്രാം പ്രവർത്തിക്കുക? ഈ പ്രോഗ്രാം ഞാൻ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമാണ്. ആ സഹജീവികളെ അവരായി ഉൾക്കൊള്ളണം. ഉപാധികളൊന്നും പാടില്ല സൗഹൃദത്തിന്. അപ്പോൾ ഒരാൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ല. അയാൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തു എൻ്റെ നാട്ടിൽ, എന്നെ കാണാൻ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമം വരില്ല. കാരണം ഇവിടെ ആ ബന്ധമേ ഉള്ളൂ, വേറൊരു ബന്ധമില്ല, ഉപാധികളില്ല. ഞാനിവിടെ എൻ്റെ ബിസിനസ് നടപ്പിലാക്കാനോ എൻ്റെ പോളിസികളിലേക്ക് ആളെ ചേർക്കാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കൂപ്പണിലേക്ക് ആളെ ചേർക്കാനോ ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ സ്വാർത്ഥമായ ഒരു കാര്യവും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കുന്നില്ല. ഒരു ബിസിനസ് മീറ്റിൽ എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ അവിടെ എൻ്റെ പാട്ട് വരുമ്പോൾ വൈകാരികതയില്ലാതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതേ മീറ്റിങ്ങിൻ്റെ ഒപ്പം നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ. അതില്ലാതെ അവിടുത്തെ എൻ്റെ ഗ്രൂപ്പിലെ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ ഈ കാര്യം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് പറയുന്നത്. പ്രസംഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എയുടെ പരിപാടിയെക്കുറിച്ച് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ലളിതമാണ് പടികൾ.
പക്ഷേ ആ പരിശീലനത്തിലൂടെ ഇതിനെ പ്രാവർത്തികമാക്കുക എന്നത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ്. അതിനൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കും. സഹജീവികളോട് എന്നെ എതിർത്ത് നിൽക്കുന്നവരോടാണ്. മൂന്നാം പടി ചെയ്തു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പടിയിലേക്ക് ഞാൻ കടന്നു പോവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബുക്ക് തുറന്നത് വായിക്കാൻ തയ്യാറാവും. 5-ാമത്തെ അധ്യായത്തിൽ ആ പാർട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. മറ്റുള്ളവരോടുള്ള വിഷമമുണ്ടാവുമ്പോൾ മറ്റുള്ളവർ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പെരുമാറില്ല എന്ന് ഉറപ്പിക്കാൻ, എന്തുകൊണ്ടാണ് അവർ അത്തരത്തിൽ എന്നോട് പെരുമാറുന്നത്, എൻ്റെ സ്വാർത്ഥതയാണ് എന്ന കണ്ടെത്തൽ, അവിടെ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കും. മറ്റുള്ളവരെ അവരായി ഉൾക്കൊള്ളാൻ എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ പ്രാപ്തമാക്കും. ഞാൻ വേറെ ഇൻ്റർ ഗ്രൂപ്പുകളൊന്നും ഉണ്ടാക്കില്ല. അതേ ഇൻ്റർ ഗ്രൂപ്പിൽ നിന്ന് വിയോജിപ്പുകളുടെ ഇടയിൽ നിന്ന് യോജിപ്പിക്കുന്നവനായി, ഒന്നാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവനായി മാറും. ഈ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാവുകയാണെങ്കിൽ എന്ന് പറയുകയാണ്. പിന്നീട് സെൽഫ് സീക്കിംഗ് വിൽ ഡിസപ്പിയർ. നമ്മുടെ ബുക്കിൽ അതിനെക്കുറിച്ച് ഭാഗ്യാന്വേഷണ പ്രവണത എന്നാണ്, അതല്ല സെൽഫ് സീക്കിംഗ്, തൻകാര്യമാത്ര പ്രമത്തത എന്നൊരു വാക്ക് ഉപയോഗിക്കാം നമുക്കവിടെ. തൻകാര്യമാത്ര പ്രമത്തത, കാരണം സ്വാർത്ഥതയുടെ ഏറ്റവും മൂലമായിട്ടുള്ള ഒരു രൂപമാണിത്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, മറ്റുള്ളവർക്ക് കിട്ടിയാൽ എനിക്ക് വിഷമില്ല. തൻകാര്യമാത്ര പ്രമത്തത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഒന്നാമത്, എനിക്ക് മാത്രമേ പാടൂ. എല്ലാ സ്ഥലത്തും അതാണ്. ഏതൊരു അധികാരത്തോടുള്ള എൻ്റെ ആർത്തി, പണത്തോടുള്ള ആർത്തി, അതെങ്ങനെയാണ്? സെൽഫിഷും കടന്നുപോയി, സ്വാർത്ഥതയും കടന്നുപോയി. തൻകാര്യമാത്ര പ്രമത്തത, ഞാൻ മാത്രം മതി, ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നാടകം നടക്കുന്നത് ലോകത്തിൻ്റെ. ആ ചിന്ത എന്നിൽ നിന്ന് പോകും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്രയിക്കുന്ന പ്രപഞ്ച കേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു അംശമാണ് ഞാൻ. മറ്റുള്ളവരുമായിട്ട് യഥാർത്ഥത്തിൽ സഹായമരുളുന്നതിനായി എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, അതിനെ മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ആ ചിന്തയൊക്കെ പോവും. അതിന് അഹം പോണം, തത്വമസി എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എതിരെയുള്ളവനെ ആ രീതിയിൽ കാണാനുള്ള തയ്യാറെടുപ്പ് എൻ്റെ ഉള്ളിലുണ്ടാകും, ഒരു നീരസവുമില്ലാതെ. ആ എനിക്ക് മതി എന്ന ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് തോറ്റുകൊടുക്കാൻ, ഇവിടെ ഈ വാഗ്ദാനം നടപ്പിലാവുമ്പോൾ ഞാൻ തോറ്റുകൊണ്ട് ജയിക്കാൻ തയ്യാറാവും. എന്നെ അവിടെ ഷെയറിങ്ങിന് വിളിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ, ചിരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി എന്നെ ദ്രോഹിക്കുന്നവരോട്, എൻ്റെ കുറ്റം പറയുന്നവരുടെ തോളത്ത് കൈയിടാനും അവരെ കെട്ടിപ്പിടിക്കാനും, അല്ലാണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പണ്ട് കുടിക്കുന്ന കാലത്തെ പോലെ ബാക്കിൽ നിന്ന് അവർക്കെതിരെയുള്ള പ്രവർത്തികൾ ചെയ്യാനല്ല. തൻകാര്യമാത്ര പ്രമത്തത എന്നിൽ നിന്ന് മാറും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കുഴപ്പം കൊണ്ടാണ് അവരെ ഉൾക്കൊള്ളാത്തത്. അവരായി ഉൾക്കൊള്ളലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ എനിക്ക് മതി എന്ന ആ ബോധ്യം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. പിന്നീട് അടുത്ത വാഗ്ദാനമാണ് 9ാമത്തെ, അവർ ഹോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് വിൽ ചേഞ്ച്. നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതത്തോടുള്ള മനോഭാവം, അതിനോടുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം വരുന്ന കാര്യമാണ്. ജീവിതം എന്ന് പറയുന്നത് വെറുതെ ജീവിച്ച് തീർക്കേണ്ടതല്ല. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ കുറേ പൈസ ഉണ്ടാക്കുക, കുറേ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, കുറേ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ടൂറ് പോവുക, അതല്ല. വെറുതെ അല്ല ഈ ജീവിതം. ഇത് പ്രയോജനപ്രദമായി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇതെല്ലാം ഉണ്ടാവും. ഈ പറയുന്ന വിനോദോപാധികളും, എൻ്റെ കുടുംബത്തിന് വേണ്ട സമയം ഞാൻ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിനെ വിട്ടുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവർത്തനം അല്ല, എല്ലാത്തിനെയും ഒരേ രീതിയിൽ കുടുംബത്തിൻ്റെ സമയത്തിൽ കുടുംബത്തിലൊരംഗമായിരിക്കാൻ, സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ എൻജോയ് ചെയ്യാൻ. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വാഗ്ദാനങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജീവിതത്തോടുള്ള എൻ്റെ മനോഭാവം, കാഴ്ചപ്പാടുകൾ മാറും. പണ്ടുണ്ടായിരുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കാണിക്കണം, കാറ് വേണം, കറങ്ങുന്ന കസേരയിലിരിക്കണം, കുറേ കൂടി മെച്ചപ്പെട്ട ജോലി വേണം. ഇതൊക്കെ എന്തിനാ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണം, കുടിച്ചു നടന്നവൻ ഇപ്പോൾ അവരൊരു മാറ്റം ഉണ്ടായി. ഇതൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം, ഞാൻ എങ്ങനെ ജീവിക്കണം, അവിടെ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയും
സ്വീകരിക്കാൻ അത് ദൈവഹിതമാണ്, അതിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം. ഒരു തരത്തിലും ഞാൻ അവിടെ വേറെ സംഭവങ്ങളിലേക്ക് പോവില്ല. പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ മനോഭാവമാണ്. എന്നെ ദ്രോഹിക്കുന്ന ആൾക്കാരോട്, എന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നവരോട്, ഞാൻ വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എതിര് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ആളോട്, എൻ്റെ ഓഫീസിലെ എൻ്റെ സ്റ്റാഫിനോട്, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തെ എൻ്റെ സഹപ്രവർത്തകരോട് എന്ന് വേണ്ട, സമൂഹത്തിലെ ഓരോ സ്ഥലത്തും എൻ്റെ പെരുമാറ്റം മാറും. ഞാൻ എന്തിനു ജീവിക്കുന്നു, പ്രയോജനപ്രദമായിട്ട് എങ്ങനെയാണ്, അത് മനോഭാവത്തിലെ വലിയ രീതിയിലുള്ള പരിവർത്തനം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളിലൂടെ പോകുമ്പോൾ എനിക്ക് നടപ്പിലാകുമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാഗ്ദാനമാണത്. 10ാമത്തേത്, ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് അസ്. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം വിട്ടകലും. പലപ്പോഴുമുള്ള പ്രശ്നമാണ്. ആളുകൾ എന്ത് ചിന്തിക്കുന്നു, നേരത്തെ പറഞ്ഞ ഇതൊക്കെ തുടർച്ചയായിട്ട് വരുന്നൊരു കാര്യമാണ്. ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. ആളുകൾ പലരും പലതുമായിരിക്കും ചിന്തിക്കുക. നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അറിയാൻ പറ്റുക? നമ്മൾ എന്താണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടല്ലേ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ എന്നുള്ള തിരിച്ചറിവ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോടുള്ള മനോഭാവവും കാഴ്ചപ്പാടും മാറി വരുമ്പോൾ തന്നെ ആളുകൾ എന്തു പറയുന്നു, ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നു, ഇത് നമ്മൾ ചിന്തിക്കില്ല. സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഭയം നമുക്ക് വിട്ടകരുത്. നമ്മുടെ അടുത്ത് 10 രൂപയുള്ളപ്പോഴും പോക്കറ്റിൽ നിരവധി പൈസ ഉള്ള മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് 10 രൂപയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇന്ന് പോക്കറ്റിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നത് എൻ്റെ ഒരു വിഷയമല്ല. എന്നാൽ കാര്യങ്ങൾക്ക് പൈസ വേണം, അതവിടെ വരും എന്ന് എനിക്കറിയാം. ആ രീതിയിൽ മുന്നോട്ട് പോകും. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പൈസ കുറേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടി മെച്ചമായ ജീവിതമായേനെ. ആ പരിപാടി എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അത് തന്നതാണ് എനിക്ക്. എയിൽ നിന്ന് എയുടെ പടികളിലൂടെ പോയപ്പോൾ ഞാൻ ആ പരിശീലനത്തിലേക്ക് കടന്നു വന്ന് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ നിത്യജീവിതത്തിലെ ഓരോ മേഖലയിലും പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വന്നാണ് സാമ്പത്തികമായ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ബോധം എന്നെ വിട്ടൊളിഞ്ഞു. എനിക്ക് ജീവിക്കാൻ പറ്റും, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനമായിട്ട് ആ പ്രശാന്ത മനസ്ഥിതിയിൽ വാഗ്ദാനം ചെയ്ത നിലയിൽ എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ എന്നെ നിർത്തുന്നുണ്ട്. ആ രീതിയിൽ എനിക്ക് സാമ്പത്തികമുണ്ടോ ഇല്ലയോ, നാളെ ആ പൈസ വരുമോ, ഞാൻ അതിനായിട്ട് പുതിയ ലോണുകളിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ കുറേ കൂടി മെച്ചമായ സാലറി കിട്ടിയാൽ എൻ്റെ ജീവിതം നന്നായി എന്ന് കരുതുന്നില്ല. ഇന്ന് എന്താണോ ഉള്ളത്, ഏത് സാഹചര്യത്തിലാണോ അതിൽ സന്തോഷിക്കാനായിട്ട് എന്നെ പ്രാപ്തമാക്കുമ്പോഴാണ് ആ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റുന്നത്. ആ വാഗ്ദാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ചതിന് ശേഷമാണ് അത് കടന്നു വരിക. അതിന് ഒരു പ്രവർത്തന രീതിയുണ്ട്, പരിശീലനമുണ്ട്. അതിനുശേഷമാണ് ഇത് വരുന്നത്. പിന്നീടാണ് we will initially know how handle the situation which used to baffle us. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണ്ട് കഴിയാതിരുന്ന കാര്യങ്ങൾ മനോഭാവത്തിലെ മാറ്റത്തിലൂടെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഞാനൊക്കെ എൻ്റെ ആ ഒരു കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ ഡൈവേഴ്സ് കേസിനൊക്കെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭാര്യ എക്സ് വൈഫ് ഞാൻ എൻ്റെ ഇപ്പോഴുള്ള വീട്ടിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. ഒരു അക്ഷരം അവരോട് പറയാതെ എന്നെ പ്രാപ്തമാക്കിയത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കഴിവായിരുന്നില്ല അത്. എന്നെക്കൊണ്ട് ഇന്നിപ്പോൾ ഈ മീറ്റിങ്ങിൽ പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ മറ്റ് പല പ്രശ്നങ്ങളുടെയും നടുവിലാണ്. എന്നെക്കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആ ഒരു സാഹചര്യം മാറിയാലാണ് എനിക്ക് ഈ മീറ്റിങ്ങിൽ സംസാരിക്കാൻ പറ്റിയ പണ്ട്. ഇന്നതല്ല. ഇന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നിരവധി ഫോൺ വിളികൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മറ്റേ ഫോൺ ഞാനവിടെ എയറോപ്ലെയിൻ മോഡിൽ ഇട്ടുകൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ കയറുന്നത്. കാരണം ഞാൻ പണ്ട് പറ്റാതിരുന്ന കാര്യങ്ങൾ അതിനെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല പണ്ട്. അത് ഞാൻ അറിയുന്നത് പിന്നീടാണ്. ഈ ഒരു വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ നടപ്പിലായിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ അനുഭവങ്ങൾ അത് വന്നപ്പോഴാണ്.
ഞാൻ അറിയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. അത് ആ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ എനിക്കറിയാൻ പറ്റും അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഏറ്റവും അറ്റ്ലീസ്റ്റ് ഇതാണ് സംഭവിക്കുക. അത് സംഭവിച്ചാൽ അതിനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. അതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം സാധ്യമാക്കിയതാണ്. എന്നെ പോലെ മദ്യാസക്തന് എൻ്റെ ആ പഴയ ചിന്താഗതിക്ക് പറ്റിയിരുന്ന ഒരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ്. പിന്നീടാണ് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് we will suddenly realize that God is doing for us what we could not do for ourselves. അവിടെയാണ് നമുക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്നു. ഇവിടെ ആ ഒരു വലിയ ശക്തിയെ, കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിലാണ്, സ്വന്തം ചിന്തയിലാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അഹങ്കാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഞാനിതാ പറയുന്നത്, ഈ പ്രോഗ്രാമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ് ഇത് സാധ്യമാക്കിയത്. ഓരോ 7 അംഗങ്ങളുമാണ്, അവരുമായിട്ടുള്ള ഇടപെടലുകളാണ്, 7 അംഗങ്ങളുടെ അനുഭവങ്ങളിലൂടെ വന്ന യുടെ ലിറ്ററേച്ചറുകളാണ് എനിക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ. മറ്റുള്ള ആൾക്കാരോട് ക്ഷമിക്കാനും, അവർ തെറ്റു ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ ഉൾക്കൊള്ളാനും, ഒരേ എതിർപ്പുള്ള ആൾക്കാരോട്, പല കാര്യങ്ങളിലും എനിക്ക് ഇഷ്ടക്കേടുള്ള ആൾക്കാരോട് ഒരേ സമയം തന്നെ ആ എതിർപ്പുകളെ വകവയ്ക്കാതെ വിവിധ ആശയങ്ങളുള്ളപ്പോഴും പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കാനും. ഇതൊന്നും എൻ്റെ കഴിവല്ല. കാരണം എൻ്റെ കഴിവാണെന്ന് പറയുമ്പോൾ ഞാനാരാ മോൻ എന്ന ഭാവം വരും. പലപ്പോഴുള്ള ഈഗോ, ഏറ്റവും വലിയ ഉയർന്ന അഭിമാനബോധം സന്തുലിതമാക്കണം എന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രോഗശമനത്തിനായിട്ട്. ആ ഉയർന്ന അഭിമാനബോധം എന്താ? എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്നു ഞാൻ എന്ന് പറയുന്ന സാധനമാണ്. ഇന്നതല്ല, അവരുടെ ചിന്തയിലെ ഞാൻ അങ്ങനെ ആയിരിക്കാം. ആ രീതിയിൽ എൻ്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. പലപ്പോഴും ഈ അഭിമാനബോധം കൊണ്ടാണ് എനിക്ക് അഹങ്കാരം ഉണ്ടാവുന്നത്. ഞാൻ അതൊക്കെ ചെയ്യും, ഞാൻ ആരാ മോൻ, ഞാൻ അങ്ങനെയാണ്, ഏടെ പ്രോഗ്രാം മുഴുവൻ എനിക്കറിയാം. ഇതൊക്കെ ഉണ്ടായിരുന്നു. അവനൊക്കെ എന്ത് തേങ്ങ അറിയാം, ഇതാ പറഞ്ഞിരുന്ന. ഇന്നതൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ പറ്റും, പലതിനെയും കണ്ടുകൊണ്ട്, പലരും പറയുന്ന കാര്യങ്ങളെ കേട്ടുകൊണ്ട്. അവിടെ ഒന്നും തന്നെ അവിടെ ഒരു സാക്ഷിയെ പോലെ വർത്തിക്കാൻ, അതിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലില്ല നമ്മൾ. ഒരാൾ മറ്റൊരാളുടെ പരദൂഷണം എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് പോവില്ല. അത് അയാളുടെ മാത്രം അഭിപ്രായമാണ്. ഞാനുമായി നേരിട്ട് ബന്ധപ്പെട്ട അത്ര അഭിപ്രായം ഉണ്ടാകുമ്പോൾ, അതുണ്ടാകുമ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലൂടെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പടികളിലൂടെയാണ് പോകുന്നതെങ്കിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് എനിക്ക് പറയാൻ പറ്റും. വിവേകമില്ലാതെ ആരോടും ഞാൻ എന്ത് ചെയ്യില്ല, മമത ഉണ്ടാക്കില്ല. നോ അറ്റാച്ച് നോ ഡിറ്റാച്ച്ഡ് എന്നാണ്. ആരെയും വെറുക്കുന്നില്ല, ആരുമായിട്ടും അമിതമായിട്ടുള്ള ബന്ധത്തിനും പോകുന്നില്ല. കാരണം ആളുകൾ നിരാശപ്പെടുത്തുമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട്. ആളുകളെ അമിതമായി ആശ്രയിക്കുമ്പോൾ, അവരെക്കുറിച്ച് പ്രീതിപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് അവരെ എതിർക്കേണ്ടതായിട്ട് വരും. അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാനും നമ്മളെ പ്രാപ്തമാക്കും. അതിനു പകരമാണ് നമ്മൾ ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ നമ്മുടെ മനോഭാവത്തിലെ മാറ്റത്തിലൂടെ ആ ദൈവം എന്ന് പറയുന്ന ആ വലിയ ശക്തി നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നമുക്ക് സാധ്യമാക്കി തരുന്നത് നമുക്കറിയാൻ പറ്റും എന്ന് പറയുകയാണ്. അതൊക്കെ ഇതിനെക്കുറിച്ച് പിന്നീട് ഇതൊക്കെ അതിര് കടന്ന വാഗ്ദാനങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അംഗങ്ങൾക്കിടയിൽ അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. അവിടെയാണ് ഏറ്റവും ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് ചില ആൾക്കാർക്ക് കിട്ടും, ചില ആളുകൾക്ക് സാവധാനം. പക്ഷെ നാം അതിനു വേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. അവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രവൃത്തിയാണ്. ഈ പടികളിലൂടെ കടന്നു പോകാൻ, ഈ പറയുന്ന തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ, ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ. ഇതിലൊരു തർക്കമില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത്, ഒരു തർക്കമില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ പടിയിൽ ഈ വില്ല് എന്താ പറയുക, ടേൺ ചെയ്യണോ, വിട്ടുകൊടുക്കണോ ദൈവത്തിന്, ഒന്നുമില്ലെന്നേ. നമുക്കിങ്ങനെ വളരെ പ്രശാന്തമായ മനസ്ഥിതിയോടുകൂടി മറ്റുള്ളവരെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ തന്നെ ഏയുടെ വാഗ്ദാനങ്ങൾ നമുക്ക് നടപ്പിലാവുന്നത് തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവർ ഞാൻ ആഗ്രഹിച്ച പോലെ ചിന്തിക്കണം,
ഈ പടികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഇത് കഴിയില്ല. പടികളുടെ ഇടയിൽ പോലും തർക്കമില്ല. അവരവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഈ നിർദ്ദേശങ്ങളെ എടുക്കാം. ഇതിൻ്റെ പ്രാഥമികമായ ആശയം മാത്രമാണ് അവിടെ കിടക്കുന്നത്. ആ ആശയത്തെ മനസ്സിലാക്കുന്ന രീതികളുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരും ഉണ്ടാവില്ല. അവിടെ സ്പോൺസറും ഉണ്ടാവില്ല, മറ്റേ അംഗങ്ങളും ഇല്ല. ആരെയും ബോധിപ്പിക്കാനല്ല. നമ്മൾ ഒരാളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ നമുക്കുണ്ടാവുന്ന ഒരു ദുഃഖമുണ്ട്. അതേപോലെയാണ് സത്യസന്ധത. നമ്മളോട് പാലിക്കാൻ തയ്യാറാവുകയാണ് ഓരോ പ്രവൃത്തിയിലും. ഈ പ്രോഗ്രാമിലാണ് ഞാൻ എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടല്ല. എൻ്റെ ഇൻവെൻ്ററി എടുക്കുമ്പോൾ, ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ എത്തരത്തിലാണ് ഇതിൽ സഞ്ചരിച്ചിരുന്നത്, അവിടെയാണ് ആ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ്. ഏറ്റവും പ്രധാനം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികൾ ഞാനിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ എങ്ങനെ എന്നെ പരിശോധിക്കുന്നു, ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കും കുറവുകളിലേക്കും നോക്കാതെ എനിക്ക് തന്നെ പരിഹരിക്കേണ്ടതായിട്ടുള്ള, എനിക്ക് തന്നെ എൻ്റെ ഓരോ പ്രശ്നവും, ഓരോ ദിവസവും ഓരോ പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് എയുടെ ലിറ്ററേച്ചറുകൾ. ഞാൻ ആ സ്പോൺസറിൽ നിന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ് പിന്നീട് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സ്പോൺസർമാരുമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നു, പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. എല്ലാം എൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എങ്ങനെ ഈ പടികളെ പ്രവർത്തിക്കാനായി ഉപയോഗിക്കുന്നു, അവിടെ എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. ഒരു കാര്യത്തിനെയും ഞാൻ അഗ്രസീവായിട്ട് സമീപിക്കില്ല. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് അറിയാൻ പറ്റുക. ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് പടികൾ. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാകുമ്പോൾ എന്നെ ഒന്നും ബാധിക്കാതെയാവും. അവിടെയാണ് മറ്റുള്ളവരെ അവരായി ഉൾക്കൊണ്ടുകൊണ്ട്, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നല്ല, യഥാർത്ഥമായ പ്രശാന്ത മനസ്ഥിതിയിൽ ആ സമാധാനം അറിഞ്ഞുകൊണ്ട് എനിക്ക് ഉറങ്ങാനായിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമില്ലാത്തതല്ല എന്ന ബോധ്യം വരാനായിട്ടൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാവുന്നുണ്ട്. കുറച്ച് അധികം നേരം 6 മിനിറ്റ് അധികം എടുത്തു. എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ ശ്രമിച്ചിരുന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മിറാക്കിൾ ഗ്രൂപ്പിൻ്റെ